ഇവിടുന്ന് ആ സൗണ്ട് കേട്ടോണ്ടിരുന്നത് ക്ലിയർ ആയിട്ട്. എൻ്റെ ദൈവമേ, ഇപ്പോൾ വന്നിട്ട് ഞാൻ വന്നിട്ട് മറ്റേ ചാപ്റ്റർ 2 ഒരു എൻഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ വന്നിട്ട് അത് തന്നെ ആയിരിക്കും ചാപ്റ്റർ 2 ഒരു, കാരണം ചാപ്റ്റർ 2 ഒരു പ്രോപ്പർ എൻഡ് അല്ലായിരുന്നു. അന്ന് എനിക്ക് വന്നിട്ട് എന്തൊക്കെ സംഭവിച്ചായിരുന്നു. സോ ഇപ്പോൾ ഞാൻ ഇവിടെ ഇനി വീണ്ടും കുറച്ച് നിൽക്കുവാണെങ്കിൽ എനിക്ക് വീണ്ടും എന്തൊക്കെ സംഭവിക്കുന്നുള്ള പേടി എനിക്ക് ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ അധികം നേരം എടുക്കുന്നില്ല. മാക്സിമം പെട്ടെന്ന് എടുത്തിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോകാനുള്ള പ്ലാനാണ്. സോ എനിക്കെന്തോ വന്നപ്പോൾ തൊട്ട് ഞാൻ ആ ഫസ്റ്റ് എൻട്രൻസ് കണ്ടില്ല ഒരു സംഭവം. അപ്പം തൊട്ട് എനിക്കെന്തോ ഒരു മാതിരി എന്താ പറയുക, എനിക്ക് എൻ്റെ ദൈവമേ, ഓ മൈ ഗോഡ്, എൻ്റെ പൊന്നു. സത്യം പറയാ, ഞാനിവിടെ നിൽക്കുന്ന ഓരോ സെക്കൻഡ് എൻ്റെ ജീവൻ ആവത്താണ്. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് പോകാൻ പറ്റുകയാണ്. ഒരു 15 മിനിറ്റ് കൂടി ഒരു 15 മിനിറ്റ് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ പോകാനായിട്ട് പ്ലാനാണ് എനിക്കിത് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഹൈലി റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്കാണ് ഈ സ്ഥലത്ത്. മറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ സ്ഥലത്ത് പറയാം. ഞാൻ ഇവിടെ വരത്തില്ല, എനിക്ക് ഉറപ്പാണ്. ഒരു അമ്മാതിരി എനിക്ക് നെഗറ്റീവ് വരുന്നുണ്ട് ഇവിടുന്ന് എനിക്ക്. കാരണം എനിക്കിത് പറയാൻ പറ്റുന്ന സമയം ഞാൻ ഇവിടുന്ന് ഒരു മാക്സിമം 15 മിനിറ്റ് അത് എടുത്തിട്ട് ഇവിടെ പോകാനുള്ള പ്ലാനാണ് എൻ്റെത്. സോ ഓക്കെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫസ്റ്റ് ഞാൻ കണ്ട രൂപത്തിന് ശേഷം വന്നിട്ട് എനിക്ക് ഒന്നും സംസാരിക്കാനോ പ്രോപ്പറായിട്ട് ചെയ്യാനോ പറ്റുന്നില്ല. ശരിക്കും വിയർക്കുമാണ് എൻ്റെ ബോഡി വന്നിട്ട്. എനിക്കിത് എങ്ങനെ പറയാമെന്നൊന്നും അറിയത്തില്ല. ആരത്? ഹലോ, ആരീ സൗണ്ട് ഉണ്ടാക്കുന്നേ? ആര് സൗണ്ട് ഉണ്ടാക്കുന്നു ഇവിടെ? എൻ്റെ പൊന്നോ, ഇവിടൊക്കെ കണ്ട ക്യാപ്ചറിങ് ഞാനും നജീബും. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അപ്പോഴേ ഞങ്ങൾക്ക് ഞാൻ പറയാ, oh my god, yeah, yeah, oh my god, ആരത്? ആരത്? oh my god, എൻ്റെ തൊട്ട് പറയും തന്നെ ആരുടെ കൂടെ സൗണ്ട് എടുക്കണം. തൊട്ട് പറയും തന്നെ ആ ചിലങ്കയുടെ സൗണ്ട് ക്ലിയർ ആയിട്ട് ചിലങ്കയുടെ സൗണ്ട്. ഇത് കുട്ടിച്ചാട്ടം തന്നെ അല്ലേ ഇവിടെ ഉള്ളത്? സത്യം, കുട്ടിച്ചാട്ടം തന്നെ അല്ലേ ഇവിടെ ഉള്ളത്? കുട്ടിച്ചാട്ടം തന്നെ അല്ല ഇവിടെ ഉള്ളത്? ഓ മൈ ഗോഡ്, എൻ്റെ പൊന്നത് ഓടി വന്ന ഓട്ടം എൻ്റെ പുറകെ ഓടി വന്നിട്ട്, എൻ്റെ ദൈവമേ, ഓടി വന്നൊരു ഓട്ടം ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഒരു സെക്കൻഡ് എനിക്കെന്താ ഭ്രാന്ത് പിടിച്ച പോലെ ആയിപ്പോ. ഒരു സെക്കൻഡ് എന്തോ ഒന്ന് ഓടി എൻ്റെ അടുത്തോട്ട് വന്നതായിട്ട് പെട്ടെന്ന് കൂടെ ചിലങ്കട സൗണ്ട്. എൻ്റെ പൊന്നു, ഓ മൈ ഗാഡ്, അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, ആരത്? ഇതിനകത്തെല്ലാം ക്യാപ്ചർ ആകുമെന്ന് അറിയത്തില്ല എനിക്ക്.
ഒരു നൈറ്റ് വിഷൻ ക്യാമറ ഒക്കെ മേടിക്കണം, എന്നാലേ അത് കുറച്ചും കൂടി സെറ്റ് ആവത്തുള്ളൂ കറക്റ്റായിട്ട് ഇതൊക്കെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ. പൈസ സൗണ്ട് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, സൗണ്ട് ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ആരത്? ഹലോ. ശരിക്കും ഇവിടെ വന്നപ്പോൾ തൊട്ട് ഹ്യൂമൻ്റെ പ്രസൻസ് ഉള്ള കൂട്ട് എനിക്ക് ഫീൽ ആവുന്നു. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇടയ്ക്ക് അത്ര ഫീൽ ആയിട്ടില്ലായിരുന്നു. ഞാൻ തോന്നുന്നതാണോ, ഞാൻ ഫസ്റ്റ് കണ്ടില്ലേ കുറേ രൂപങ്ങൾ അടുപ്പിച്ച് നിൽക്കുന്നതായിട്ട്, അതുകൊണ്ട് ഞാൻ തോന്നുന്നതാണോ എനിക്ക് അറിയത്തില്ല. ആരത്? ഹലോ. Oh my God, ആരത്? ചേട്ടാ ആരും ഉണ്ടോ അവിടെ? ആരും നടക്കുന്ന സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഇവിടുന്ന് ക്യാമറ ഓഫായി. ക്യാമറ താഴെ കിടക്കുന്നുണ്ടോ? എങ്ങനെ താഴും? ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഹലോ. Oh my God. Oh my God. Oh my God. കുട്ടിച്ചാത്താണത്? 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 Oh my God. എൻ്റെ ദൈവമേ. Oh my God. എൻ്റെ ദൈവമേ. കുട്ടിച്ചത്താണോ അത്? Oh my God, oh my God, oh my God. Oh my God, എൻ്റെ ദൈവമേ. അയ്യോ, ക്ലിയർ ആയിട്ട് വേണ്ട ഞാനിവിടെ.
Oh my god. Extreme സൗണ്ട്. എൻ്റെ ദൈവമേ, ചിലങ്കയുടെ സൗണ്ട് കേട്ടോ, ചിലങ്കയുടെ സൗണ്ട്. എൻ്റെ പൊന്നു അമ്മോ, എൻ്റെ പൊന്നു ഗായ്സ്, എക്സ്ട്രീം സൗണ്ട്, ചിലങ്കയുടെ സൗണ്ട് എക്സ്ട്രീം. തൊട്ടടുത്തു നിന്ന് തന്നെ സൗണ്ട് കേൾക്കുന്നു, തൊട്ടടുത്തു നിന്ന് തന്നെ. ശരിക്കും ഇപ്പോഴും സൗണ്ട് കേൾക്കുന്നുണ്ട് തൊട്ടടുത്തു നിന്ന് തന്നെ. എൻ്റെ മോനെ, ഓ ദൈവമേ, ഓ മൈ ഗോഡ്. ഗായ്സ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. സൗണ്ട് കേൾക്കുന്നുണ്ട്. എക്സ്ട്രീം ക്യാപ്ചർ, എക്സ്ട്രീം സൗണ്ട്. ക്യാപ്ചറും വിട്ടേക്ക്. ഇതുപോലത്തെ സൗണ്ട് ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലും കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു. വീഡിയോ കണ്ടവർക്കറിയാം, എക്സ്ട്രീം ലെവൽ സൗണ്ട് കേട്ടോണ്ടിരുന്നേ. ഞാനൊരു കാര്യം പറയാം. അതായത് ഞങ്ങളൊരു വലിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അതേ കഷ്ടപ്പാട് തന്നെ ഇതുപോലത്തെ ചെറിയൊരു വീഡിയോയ്ക്ക് ഞാൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ എടുക്കുന്നുണ്ട്. സോ ഒരു വലിയൊരു വീഡിയോക്ക് നിങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് തരുന്നത്, അതേപോലെ തന്നെ ചെറിയ വീഡിയോക്ക് സപ്പോർട്ട് തരിക. എല്ലാ വീഡിയോയിലും വന്നിട്ട് ഭയങ്കരമായിട്ട് ആക്ടിവിറ്റീസും കാണിക്കാൻ പറ്റത്തില്ല. സോ എന്താണോ നടക്കുന്നത് അതേ കാണിക്കാൻ പറ്റത്തുള്ളൂ. സോ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വന്നിട്ട് ഒരു വലിയൊരു വീഡിയോയും ചെറിയ വീഡിയോയും ആക്ടിവിറ്റീസ് ഇല്ലാത്ത വീഡിയോയ്ക്ക് ഒരു വലിയൊരു ആക്ടിവിറ്റീസ് ഉള്ള ഒരു വീഡിയോയ്ക്ക് ഞങ്ങൾ എങ്ങനെയാണ് കഷ്ടപ്പെടുന്നത്, അതേപോലെ തന്നെ ആക്ടിവിറ്റീസ് ഒന്നുമില്ലാത്തൊരു വീഡിയോയ്ക്ക് ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. സോ ദൈവത്തെ ഓർത്ത് വന്നിട്ട് ആക്ടിവിറ്റീസ് വെച്ച് ഞങ്ങൾ വീഡിയോ വിലയിരുത്തരുത്. എല്ലാ വീഡിയോയ്ക്കും ഞങ്ങൾ അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നുണ്ട്, ഹാർഡ് വർക്ക് ഇടുന്നുണ്ട്, റിസ്ക് എടുക്കുന്നുണ്ട്. സോ പ്ലീസ് എല്ലാ വീഡിയോ ഒരേപോലെ തന്നെ കാണുക. എൻ്റെ പൊന്നു, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഓ fuck. Oh my god. Oh my god. ഗൈസ്, ദൂരെ വന്നിട്ട് ഒരു പാട്ട് കേൾക്കുന്നുണ്ട് എവിടുന്നോ. ആ സൗണ്ട് ചിലപ്പോൾ ക്യാപ്ചർ ആകും. എൻ്റെ ദൈവമേ, ഓ മൈ ഗാഡ്, എൻ്റെ പൊന്നു, എൻ്റെ ദൈവമേ, ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, എൻ്റെ ദൈവമേ. ക്ലിയർ ആയിട്ട് സൗണ്ട് കേൾക്കുന്ന അകത്തുനിന്ന്, ഹെവി ആയിട്ട്. എൻ്റെ പൊന്നു, ഓ മൈ ഗാഡ്, എൻ്റെ ദൈവമേ, സൗണ്ട് ക്ലിയർ ആയിട്ടേക്ക് അകത്തുനിന്ന്. അമ്പോ, ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, ഓ മൈ സൗണ്ട്. Oh my god. Oh my god. Oh my god. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നോ? അതുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നോ? Oh my god. Oh my god. Oh my god.
രണ്ട് തെറി വിളിച്ചപ്പോഴത്തേക്ക് സൗണ്ടില്ല. My God. അയ്യോ, ഓ മൈ ഗാഡ്, എൻ്റെ ദൈവമേ. ഗൈസ്, സത്യം പറയാമല്ലോ, അതുകൂട്ടത്ത് വയ്യാണ്ടിരിക്കുകയാണ്. ചേട്ടാ, ആരെങ്കിലും ഉണ്ടോ പുറത്ത്? മനുഷ്യന്മാരായിട്ട് ആരെങ്കിലും പുറത്തുണ്ടെന്ന് പറയണേ. ദൈവമേ. ഹലോ ഹലോ ചേട്ടാ, ആരെങ്കിലും ഉണ്ടോ അകത്ത്? ചേട്ടാ, ആരെങ്കിലും ഉണ്ടെന്ന് പറയണേ. ജസ്റ്റ് വീടൊക്കെ വന്നതാണേ, വേറൊന്നുമല്ല. പോയേക്കാം, പോവാം. അത് ഹ്യൂമൻ്റെ മനുഷ്യന്മാരാരോ ഉള്ളതായിട്ട് തോന്നുന്നു എനിക്ക്. കൈസ് ഇങ്ങോട്ട് കൈസ് കൊണ്ട് മനുഷ്യന്മാരാരോ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. മനുഷ്യന്മാർ തന്നെ ആരോ ഉള്ളതായിട്ട് ഫീൽ ആവുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ മനുഷ്യൻ ആരും സംസാരിക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ കുറച്ച് മുമ്പ് ഇതിനകത്ത് നിൽക്കുന്ന സമയത്ത് വന്നിട്ട് ആരും സംസാരിക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ സത്യം പറയാം, ആരോ ഉള്ളതായിട്ട് ഫീൽ ആവുന്നു. സംസാരിക്കുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് എനിക്ക്. ശരിക്കും പെട്ടെന്ന് പോകാൻ സേഫ് അല്ല. സപ്പോസ് മനുഷ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അന്ന് വന്നപ്പോൾ തന്നെ ഏതോ ഒരാൾ താമസിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. പക്ഷെ എനിക്ക് സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. വേറെ ആരും ഞാൻ ഇതിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. എന്നാലും എനിക്ക് സേഫല്ല. ഞാൻ ഇവിടുന്ന് പോവാണ്. എന്തായാലും വന്നതിൻ്റെ ഒരു ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. കാരണം ഞാൻ ചാപ്റ്റർ 2 കണ്ടവർക്ക് അറിയാം, കുട്ടിച്ചാത്തൻ്റെ. അതും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഡാമേജ് ആയിട്ടാണ് അവിടുന്ന് പോയത്. സോ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ വീഡിയോ അത്യാവശ്യം ഓക്കെ തന്നെയാണ്. കാരണം ഒറ്റയ്ക്ക് വന്നിട്ട് ഇത്ര ഏകദേശം 10-40 മിനിറ്റോളമായി, 3/4 മണിക്കൂറോളം വന്നിട്ട് ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യുക, ഇവിടെ വന്നിട്ട് ബാലൻസ് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. സോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കണ്ടിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ മസ്റ്റായിട്ട് തന്നെ. അടുത്തൊരു ഗോസ്റ്റ് വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ് ഗൈസ്.